ഇതുവരെ കടകംപള്ളി പറഞ്ഞ കള്ളം മുഴുവൻ പൊളിഞ്ഞടുങ്ങുകയാണ്. പോറ്റിയെ അറിയില്ല എന്നായിരുന്നു ആദ്യം കടകംപള്ളി കളവ് പറഞ്ഞത്. പാളികൾ സ്വർണം പൂശുന്നതിന്റെ കത്ത് കിട്ടിയില്ല എന്നും കള്ളം പറഞ്ഞു. പോറ്റിയെ ശബരിമലയിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ, അല്ലാതെ വ്യക്തിപരമായ അടുപ്പമില്ല എന്ന് കടകംപള്ളി വീണ്ടും കളവ് പറഞ്ഞു. എന്നാൽ പോറ്റിയുടെ അയൽവാസി പറയുന്നത് കടകംപള്ളി പലതവണ പോറ്റിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നാണ്. ഊണൊക്കെ കഴിച്ചേ മടങ്ങാറുള്ളൂ എന്നും ഞാനും അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ കടകംപള്ളി എന്തിന് കള്ളം പറഞ്ഞു എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഈ ഒരൊറ്റ സംശയം മതി ഹൈക്കോടതി SITയെ ഇനി പറപ്പിക്കും. കോടതിക്ക് മുന്നിൽ എങ്ങനെ പോയി നിൽക്കും എന്ന് ഭയപ്പെടുകയാണ് അന്വേഷണ സംഘം. ഒരൊറ്റ തവണയാണ് കടകംപള്ളിയെ SIT ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. ആ ചോദ്യം ചെയ്യൽ വിവരം പോലും ഒരു മാധ്യമങ്ങൾക്കും ചോർന്നു കിട്ടിയില്ല. ബാക്കി എല്ലാവരുടെയും മൊഴികൾ മാധ്യമങ്ങൾക്ക് അപ്പോൾ ചോർന്നു കിട്ടിയിരുന്നു. അതായത് കടകംപള്ളിയുടെ മൊഴി SIT പുറം ലോകം അറിയാതെ മുക്കി. എന്നാൽ പോറ്റിയുടെ അയൽവാസി വിക്രമൻ നായർ ചില വെളിപ്പെടുത്തൽ നടത്തിയതോടെ SIT സത്യം പറയാൻ നിർബന്ധിതരായിരിക്കുന്നു. പോറ്റി കടകംപള്ളി ബന്ധം SIT ഇപ്പോൾ സമ്മതിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കളത്തിലിറങ്ങിയിരിക്കുന്ന ഘട്ടത്തിൽ വിക്രമൻ നായരുടെ വെളിപ്പെടുത്തൽ കേന്ദ്ര സംഘത്തിന്റെ വായിലേക്ക് മുൻ മന്ത്രിയെ എത്തിക്കുന്ന ചിത്രമാണ് വ്യക്തമാകുന്നത്. ഇതുതന്നെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും വേണ്ടിയിരുന്നത്. ശബരിമല കൊള്ളയിൽ ഒരു നിർണായക അറസ്റ്റിന് വട്ടം കൂട്ടുകയാണ് ED. എന്നാൽ തൂക്കുമ്പോൾ ചെറുമീൻ പോരാ, വമ്പൻ സ്രാവ് തന്നെ വേണം. വലയിൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നതും സ്രാവ് തന്നെ. ED കടകംപള്ളിയെ അറസ്റ്റ് ചെയ്താൽ ഇത് കേന്ദ്ര വേട്ടയാടലെന്ന് CPM മോങ്ങിയാലും അത് ഏൽക്കാൻ പോകുന്നില്ല. കാരണം കടകംപള്ളി എന്തിന് കള്ളം പറഞ്ഞു എന്ന ചോദ്യം വിശ്വാസികൾ ചോദിക്കുന്നതോടെ പാർട്ടിയുടെ വായടയും. വരും ദിവസങ്ങളിൽ ഇവിടെ പല ബോംബുകളും പൊട്ടും. കേരളം നടുങ്ങുന്ന ചില നീക്കങ്ങളും അറസ്റ്റുകളും നടക്കും. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുന്നതിന് നിർബന്ധിതരായിരിക്കുകയാണ് SIT ഇപ്പോൾ. കേന്ദ്ര അന്വേഷണ സംഘം കടകംപള്ളിയെ സ്കെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ EDയുടെ വായിലേക്ക് കടകംപള്ളി ചെന്ന് വീഴരുത്. അതിനു മുന്നേ SITയെ ഇറക്കി കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പും. ഭരണകൂടത്തിന്റെ അടപ്പ് തെറിപ്പിക്കുന്ന കളികളാണ് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. കടകംപള്ളിയെ ED അറസ്റ്റ് ചെയ്താലും SIT തൂക്കിയാലും CPMന്റെ ചങ്ക് പിളരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം ചങ്കത്തായിരിക്കും വോട്ട് കുത്താൻ പോകുന്നത്. എന്നാൽ EDയുടെ കയ്യിലേക്ക് പോകുന്നതിനേക്കാൾ സേഫ് SITയുടെ കൈകളിൽ എന്ന ആശ്വാസം മാത്രമാണ് ഇനി കടകംപള്ളിയുടെ കാര്യത്തിൽ ഭരണകൂടത്തിനും CPMനും ഉള്ളത്. അറസ്റ്റ് പേടിയിൽ രക്ഷിക്കാൻ കരഞ്ഞു വിളിച്ച് കടകംപള്ളി AKG സെന്ററിൽ അഭയം തേടിയിരിക്കുകയാണ്. പിണറായി വിജയനോട് കാലിൽ വീണ് കരയുന്നുണ്ട്, ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. SITയെ വിറപ്പിക്കുന്നത് ഹൈക്കോടതിയുടെ മുന്നിൽ എങ്ങനെ പോയി നിൽക്കും എന്നുള്ളതാണ്. ശങ്കർദാസ് വിജയകുമാർ ഇവരെ ചോദ്യം ചെയ്യലിന് എന്തുകൊണ്ട് വിളിപ്പിക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഹൈക്കോടതി SITയെ നിർത്തിപ്പൊരിച്ചത്. കടകംപള്ളിയുടെ കാര്യത്തിലും ഇതേ ചോദ്യം ഉയർന്നാൽ SITക്ക് അടിപതറും. അതായത് ഭരണകൂടത്തിന്റെ സമ്മർദ്ദത്തിൽ SIT വീണു, അന്വേഷണം അട്ടിമറിക്കുന്നതിന്, അന്വേഷണത്തിൽ വെള്ളം ചേർക്കുന്നതിന് SITയുടെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായി എന്ന് ഹൈക്കോടതി സംശയിക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥരെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യും. ഇനി മുൻപിലുള്ള ഒരേ ഒരു വഴി കോടതി ചോദിക്കും മുന്നേ അന്വേഷണ സംഘം കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ കൂടുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ SITക്കും ഒരു പടി മുന്നിലാണ് ED എന്ന് പിണറായിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ SIT ED മത്സരമായിരിക്കും കേരളം കാണാൻ പോകുന്നത്. ഇതിനിടെ CPMൽ കടകംപള്ളി വിഷയത്തിൽ പൊട്ടിത്തെറി തുടങ്ങിയിട്ടുണ്ട്. കടകംപള്ളിയെ സംശയിക്കത്തക്കതായി പലതും പുറത്തേക്ക് വരുമ്പോൾ ജനം ഇത് ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് നേതാക്കളുടെ വിമർശനം വന്നു തുടങ്ങി. വാസുവിനെയും പത്മകുമാറിനെയും പാർട്ടി പുറത്താക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യം ഇപ്പോഴും ശക്തമാണ്. കടകംപള്ളിയെ സംരക്ഷിക്കുന്നുവെന്ന് ജനവും സംശയിക്കും. ഇതെല്ലാം തോൽവിക്ക് കാരണമാകും. കടകംപള്ളിയുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കണമെന്ന് മുതിർന്ന നേതാക്കൾ ശക്തമായി ആവശ്യപ്പെട്ടു തുടങ്ങി. തുടക്കം മുതലേ കളവ് മാത്രം പറയുന്ന കടകംപള്ളിയെ എങ്ങനെ വിശ്വസിക്കാനാണെന്നും നേതാക്കൾ വിമർശനം ചൊരിയുന്നു. കടകംപള്ളിയെ ഇതുവരെ സംരക്ഷിച്ചു നിർത്തിയത് പിണറായി വിജയനാണ്. എന്നാൽ ഇനി അധികം സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിക്കും കഴിയില്ല. കാരണം എല്ലാം കയ്യിൽ നിന്ന് പോകുകയാണ്. ശബരിമല വിഷയത്തിൽ ഇതുവരെ മാധ്യമങ്ങളെ പേടിച്ചു മുങ്ങി നടന്ന കടകംപള്ളി ഇപ്പോൾ ഓടിപ്പിടിച്ച് രംഗത്ത് വന്ന് സ്വന്തം ഭാഗം ന്യായീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് ഇപ്പോൾ സമ്മതിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ.
ഇന്നത്തെ പോറ്റിയുടെ വീട്ടിലല്ല, അന്നത്തെ പോറ്റിയുടെ വീട്ടിലാണ് പോയതെന്നും കടകംപള്ളി പറഞ്ഞു. എന്നത്തെ പോറ്റിയുടെ വീട്ടിൽ പോയാലും ശബരിമലയിൽ കൊള്ള നടത്തിയത് അതേ പോറ്റി തന്നെയാണല്ലോ. ഇതുവരെ എന്തുകൊണ്ട് കടകംപള്ളിക്ക് വാ തുറക്കാൻ കഴിഞ്ഞില്ല? അതാണ് ചോദ്യം. അല്ലാതെ പഴയ പോറ്റി പുതിയ പോറ്റി എന്നൊന്നുമില്ല. പോറ്റി ഒന്ന് തന്നെയാണ്. ഞാൻ പോറ്റിയുടെ വീട്ടിൽ പോയ കാര്യം SITയെ അറിയിച്ചിട്ടുണ്ട്. പോറ്റിയുടെ പക്കൽ നിന്ന് ഒരു സമ്മാനവും വാങ്ങിയിട്ടില്ല എന്നും ഷിബു ബേബി ജോൺ പുറത്തുവിട്ട ചിത്രത്തെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാനില്ല എന്നും കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രമുഖരായ പലർക്കും സമ്മാനങ്ങളും മറ്റും നൽകിയിട്ടുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് നൽകിയ മൊഴിയും പുറത്തുവരുന്നു. വിവിധ ഘട്ടങ്ങളിൽ പലരെയും കണ്ടപ്പോഴാണ് സമ്മാനങ്ങൾ നൽകിയതെന്നാണ് പോറ്റി പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ പോറ്റി സന്ദർശിച്ചവരുടെ പട്ടിക SIT ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞു. 2016 മന്ത്രിയായിരുന്നപ്പോൾ ശബരിമല ഉത്സവകാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കണ്ടിട്ടുണ്ടെന്ന് കടകംപള്ളി പറഞ്ഞു. ഒരു സന്ദർഭത്തിൽ ശബരിമലയിലേക്ക് പോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോണിൽ വിളിച്ച് കാരേറ്റുള്ള വീട്ടിൽ ഒരു കുട്ടിയുടെ ചടങ്ങുണ്ട്, അതിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് അകമ്പടിയോടെയാണ് പോറ്റിയുടെ വീട്ടിലെത്തിയത്. ചടങ്ങിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച ശേഷം ശബരിമലയിലേക്ക് പോയി. ആ ഒരു തവണ മാത്രമാണ് പോറ്റിയുടെ വീട്ടിൽ പോയത്. ഇന്നത്തെ തരത്തിലല്ല ഞാൻ ഉൾപ്പെടെ ആരും പോറ്റിയെ കണ്ടിട്ടുള്ളത്. ശബരിമല അയ്യപ്പന്റെ യഥാർത്ഥ ഭക്തൻ എന്ന നിലയിലാണ് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പോകുമായിരുന്നില്ല. ഇക്കാര്യം അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. അവർ ചോദിക്കാതെ തന്നെ അങ്ങോട്ട് പറയുകയായിരുന്നുവെന്നും കടകംപള്ളി ഇന്ന് വാ തുറന്നു. എന്നാൽ കടകംപള്ളി കാട്ടുകള്ളൻ എന്ന് VD സതീശൻ പറഞ്ഞപ്പോൾ പോലും ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ കടകംപള്ളി നടത്തിയില്ല. എന്തുകൊണ്ട്? ഭയക്കാനൊന്നുമില്ലെങ്കിൽ ശബരിമല വിവാദം പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഒരു വാർത്താ സമ്മേളനം നടത്തി സ്വന്തം ഭാഗം പറയാമായിരുന്നല്ലോ കടകംപള്ളിക്ക്. എന്തുകൊണ്ട് അത് ചെയ്തില്ല? കൊള്ള നടന്ന സമയത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു നിങ്ങൾ. മറ്റാരേക്കാളും ശബരിമലയെക്കുറിച്ച് സംസാരിക്കാൻ ബാധ്യതയുണ്ടായിരുന്ന ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ. അന്ന് അതൊന്നും പറയാതെ ചെയ്യാതെ സത്യങ്ങൾ ഓരോന്നായി ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ അതെല്ലാം സമ്മതിച്ച് നല്ല പിള്ള ചമയാൻ ശ്രമിക്കരുത്. ശബരിമല വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തെ വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച സമയത്തും നിയമസഭയിൽ വലിയ പൊട്ടിത്തെറി നടക്കുന്ന സമയത്തും ഒരക്ഷരം പ്രതികരിക്കാതെ സഭയുടെ മൂലയ്ക്കൊളിച്ച കടകംപള്ളിയെ കേരളം കണ്ടതാണ്. നിങ്ങൾ സത്യങ്ങൾ പറയാൻ ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നു. അപ്പോഴും കളവ് മാത്രം പറഞ്ഞ് തടി തപ്പാൻ ശ്രമിച്ച നിങ്ങൾ ഇപ്പോൾ വന്ന് വെളുപ്പിക്കാൻ നോക്കിയാൽ ജനം വലിച്ച് തോട്ടിലെറിയും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഭരണകൂടത്തിന് തലയ്ക്ക് മുകളിൽ വാളായി മാറുന്നു. ശബരിമല സന്നിധാനത്ത് EDയുടെ പരിശോധന ഉണ്ടായേക്കുമെന്ന് നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും CPM നോമിനികളായ മുൻ പ്രസിഡന്റുമാരുടെയും അംഗങ്ങളുടെയും വീടുകളിലും ഒരേ സമയം ED ഇരച്ചു കയറുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇത് CPMനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. പ്രതികളുടെ വീടിനൊപ്പം ദേവസ്വം ബോർഡിലും ED എത്തിയത് നിർണായക നീക്കങ്ങൾ തുടങ്ങുന്നതിന്റെ ഭാഗമാണ്. മകരവിളക്ക് കഴിഞ്ഞ് നടയടച്ചതിന് പിന്നാലെ ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ ED നടത്തിയ മിന്നൽ നീക്കം സകലരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കോടികളുടെ കൊള്ള നടക്കുന്ന സ്ഥാപനമായി ദേവസ്വം ബോർഡ് മാറിയെന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് EDയുടെ ഓരോ നീക്കവും. തിരുവനന്തപുരത്തെ നന്ദൻകോടുള്ള ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മണിക്കൂറുകളാണ് ED ഉദ്യോഗസ്ഥർ ഫയലുകൾ പരിശോധിച്ചത്. സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് പുറമെ കഴിഞ്ഞ വർഷങ്ങളിൽ ബോർഡിൽ നടന്ന വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും സ്പോൺസർഷിപ്പുകളുടെയും വിവരങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചു. ബോർഡ് ആസ്ഥാനത്ത് ED സംഘം ഇരുപ്പുറപ്പിച്ചതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക അന്വേഷണത്തിലേക്കാണ് വഴി തുറന്നിരിക്കുന്നത്.